വെൽക്കം ബാക്ക് ടു ആസ്കയസ് ഫോർ ഡെയിലി ന്യൂസ് അനാലിസിസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 17 നവംബർ 2021 ന്യൂസുകളാണ്. ഒന്നാമത്തേത് NRC, സെക്കൻഡ് ബൈഡൻ സൈ സമ്മിറ്റ്, ഫസ്റ്റ് ഓഡിറ്റ് ദിവാസ് ആൻഡ് പൂർവാഞ്ചൽ എക്സ്പ്രസ് ഹൈവേ. ഇങ്ങനെ 4 ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒന്നാമത്തെ ടോപ്പിക് ആയിട്ടുള്ള NRC നോക്കാം. GS പേപ്പർ 2 ഗവൺമെന്റ് പോളിസീസ് ആൻഡ് ഇന്റർവെൻഷൻസിൽ വരുന്ന ഒരു പാർട്ടാണ് NRC എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് വേരിയസ് സെക്ടേഴ്സിൽ അല്ലെങ്കിൽ ഇഷ്യൂസ് റേസിംഗ് ദയർ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ, അത്രയും രീതിയിൽ വരുന്ന പുതിയ പോളിസികൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇന്റർവെൻഷന്റെ ഭാഗത്തിലാണ് ഈ NRC അല്ലെങ്കിൽ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് വരുന്നത്. ഇപ്പൊ ഇതിന്റെ ഒരു കണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ രജിസ്റ്റർ പ്രകാരം അല്ലെങ്കിൽ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് പ്രകാരം അതിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് വന്നിരിക്കുകയാണ്. അതിൽ ഏകദേശം 1000-ഓളം ആൾക്കാർ മാത്രമാണ് എന്ത് ചെയ്യുള്ളത്, ഈ പറഞ്ഞ അക്കോർഡിൽ നിന്ന് അല്ലെങ്കിൽ നാഷണൽ രജിസ്റ്ററിൽ നിന്ന് പുറത്തായിട്ട് നിൽക്കുന്നുള്ള. ബാക്കി എല്ലാ ആൾക്കാരും എന്ത് തന്നെയാണ്, അകത്തേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ പുറത്തു നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ട്രിക്ട് കമ്മീഷണേഴ്സ് നെസസറി ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കണം എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. ഏകദേശം 3.3 കോടി ആൾക്കാരാണ് ആസാമിൽ നിന്നും ഈ പറഞ്ഞ രജിസ്റ്ററിലേക്ക് അപ്ലൈ ചെയ്ത്. അതിൽ ഏകദേശം 19 ലക്ഷം ആൾക്കാരാണ് അതിൽ നിന്നും പുറത്താവേണ്ടിയിരുന്ന അവസ്ഥ ഒരു ഓഗസ്റ്റ് മാസത്തിൽ 2019 നമ്മൾ കണ്ടു. ഏകദേശം 1220 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നടത്തിയ ആ ഒരു രജിസ്റ്റർ ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ 19 ലക്ഷം ആൾക്കാർ എന്താണ് പുറത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. വീണ്ടും അതിപ്പോ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് വന്നപ്പോഴെന്താണ് ഏകദേശം 1000-ഓളം ആൾക്കാർ. അപ്പൊ ഇത്രത്തോളം പൈസ ചെലവാക്കിയിട്ട് ഗവൺമെന്റ് ഒരു ഫംഗ്ഷൻ ചെയ്തിട്ട് പോലും അതിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രശ്നത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം. എന്താണ് NRC എന്ന് പറയുന്നത്? NRC എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺസ് എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ റെക്കോർഡാണ്. ആരാണ് ലീഗൽ ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൺസ് എന്ന് തീരുമാനിക്കുന്ന ഒരു റെക്കോർഡാണ് NRC എന്ന് പറയുന്നത്. അതായത് അവിടെയുള്ള ഡെമോഗ്രാഫിക് ഇൻഫോർമേഷൻസ്, എല്ലാ ആൾക്കാരുടെയും ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് സിറ്റിസൺഷിപ്പ് ആക്ട് 1955 പ്രകാരം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ് NRC. ഈ രജിസ്റ്റർ ആദ്യം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് 1951 സെൻസസ് പ്രകാരമാണ്. അതിനുശേഷം ഇത് അപ്ഡേഷൻ വന്നിട്ടില്ല. ഇനി എന്തുകൊണ്ടാണ് NRC ആസാം, അതായത് ഈ പറയുന്ന ആസാമിൽ മാത്രമാണ് ഇങ്ങനെയുള്ളൊരു ഡാറ്റാബേസ് ഇപ്പൊ ഈ അടുത്തായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 1985 കാലഘട്ടത്തിൽ ഒരു ആസാം അക്കോർഡ് ഉണ്ടായിരുന്നു. അത് സൈൻ ചെയ്തിരുന്നത് സെൻട്രൽ ആൻഡ് ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ അല്ലെങ്കിൽ ആസൂം സെൻട്രും കൂടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ ഓൾ ആസാം ഗാന സംഗ്രം പരിഷത്ത് എന്ന് പറയുന്ന ഈ 3 ആൾക്കാർ ചേർന്നിട്ടാണ് അത് സൈൻ ചെയ്യുന്നത്. പക്ഷെ ഈ NRC രജിസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് ആക്ച്വലി ആ ഒരു സൈനിങ്ങിനെ കൾമിനേഷനാണ് വരുത്തുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പൊ NRC അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യകത? 2013 സുപ്രീം കോടതി ഒരു ഓർഡർ കൊണ്ടുവന്നു. അത് പ്രകാരം 1955 സിറ്റിസൺഷിപ്പ് ആക്ടും സിറ്റിസൺഷിപ്പ് റൂൾസ് 2003 എല്ലാം ആസാമിന്റെ പാർട്ടിന് ബാധകമാണെന്നും അതനുസരിച്ചിട്ട് അത് അപ്ഡേഷൻ വേണം എന്നുള്ള സുപ്രീം കോടതിയുടെ വിധി പ്രകാരമാണ് ഈ പറഞ്ഞ NRC ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതിനു വേണ്ടിയിട്ടുള്ള ഒഫീഷ്യൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് 2015 അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് NRCനെ പറ്റി ബേസിക്കലി മനസ്സിലാക്കാനുള്ളത്. എന്താണ് ഇതിന്റെ പ്രശ്നങ്ങൾ എന്ന് നോക്കാം. ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് എന്ത് ചെയ്തത്, ഡ്രാഫ്റ്റ് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പിൽ നിന്നും പുറത്തായത് 2018. അപ്പൊ അത് പ്രകാരം വീണ്ടും സുപ്രീം കോടതി പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പുറത്തായിപ്പെട്ട ആൾക്കാർക്ക് എല്ലാം എന്താണ് NRCയിലേക്ക് ബയോമെട്രിക്സും കാര്യങ്ങളും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഹിയറിങ്സും അല്ലെങ്കിൽ ക്ലെയിംസും ഒബ്ജക്ഷൻസും ഒക്കെ കൊണ്ടുവരാനാണ്. അങ്ങനെ ഏകദേശം 27 ലക്ഷം ആൾക്കാരാണ് എന്ത് ചെയ്തത്, ഈ പറഞ്ഞ ലിസ്റ്റിൽ നിന്നും പുറത്തായപ്പെട്ട ആൾക്കാർ അവരുടെ ബയോമെട്രിക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തതിൽ നിന്ന് ഏകദേശം 8 ലക്ഷം ആൾക്കാർ എന്താണ് ആ ഒരു ഡ്രാഫ്റ്റ് 19ലേക്ക് കയറാൻ സാധിച്ചു. അങ്ങനെ 8 ലക്ഷം പേരും ഈ പറഞ്ഞ ആധാറും അതുപോലെ തന്നെ കൺസേൺഡ് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്യാനൊക്കെ പറ്റും. ബാക്കിയുള്ള ആൾക്കാർക്ക് ഇന്നും പല റിസോഴ്സസും കാര്യങ്ങളും കിട്ടാതെ കിടക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം സംഭവിക്കുന്നതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ക്ലാരിറ്റി ആൻഡ് ഇന്നബിലിറ്റി ടു എൻജോയ് ദ ഫുൾ ബെനിഫിറ്റ്സ്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡാറ്റ സെറ്റ് ചെയ്യാത്തത് കൊണ്ടും പല പ്രശ്നങ്ങൾ കൊണ്ടും എന്താണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരികയും അല്ലാത്ത പക്ഷം ഒരുപാട് പേര് പുറത്തു നിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പൊ അതിൽ നിന്നും കുറച്ചുകൂടി സന്തോഷകരമായ ഒരു വാർത്തയാണ് ഏകദേശം 1000-ഓളം ആൾക്കാർ മാത്രമേ ഇന്നിപ്പോ NRCയിൽ നിന്നും പുറത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള മേൽനടപടികൾ എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് സ്വീകരിക്കുന്നതുമാണ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ബൈഡൻ സൈ സമ്മിറ്റ് ആണ്. ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. GS പേപ്പർ 2 ഒരു പാർട്ടാണ് ഈ പറഞ്ഞ സമ്മിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം.
റീസെന്റ് പ്രസിഡന്റ് ജോ ബൈഡനും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ജോ ബൈഡനും ചൈനീസ് പ്രസിഡന്റ് സായ് ജിൻപിങ്ങും ഫസ്റ്റ് ഒരു വിർച്വൽ ബയലാറ്ററൽ മീറ്റിംഗ് നടത്തി. ഈ മീറ്റിംഗ് ഒരുപാട് ഡൈവർജൻസ് ആണ് ഇതിന്റെ അവസാനം നമുക്ക് കൊണ്ടു നിർത്തുന്നത്. അതുപോലെ തന്നെ US ചൈന ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ഐഡിയോളജിക്കലായിട്ട് അല്ലെങ്കിൽ കൾച്ചർ ഹിജോമനിക്ക് റൈവലറികൾ കൊണ്ടോ അല്ലെങ്കിൽ ട്രേഡ് വാൾസ് കൊണ്ടോ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ന്യൂ ടൈപ്പ് ഓഫ് കോൾഡ് വാർ എന്നുള്ളത് കൂടി ലോകം വിശേഷിപ്പിക്കുന്നുണ്ട്. ഇനി നോക്കാം US ചൈനയ്ക്ക് എതിരെയായിട്ട് പറഞ്ഞ റിസർവേഷൻസ് എന്തെല്ലാം. അവരുടെ ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് US പറയുന്നുണ്ട്. കൺസേൺസ് പറഞ്ഞത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സൈജാങ്ങിൽ ഉയ്ഘൂർ മുസ്ലിംസിനെതിരെ നടത്തിയ വയലേഷൻസ്, അതുപോലെ തന്നെ ടിബറ്റിലും ഹോങ്കോങ്ങിലും നടത്തിയ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ പ്രാക്ടീസസ് കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇവർ നിലനിൽക്കുന്ന ട്രേഡ് വാറുകൾ, US ഉണ്ടാവുന്ന ട്രേഡ് ഡെഫിസിറ്റ് ചൈനയുമായിട്ട് ഏകദേശം $375 ബില്യൺ ആണ് 2017 അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഒരുപാട് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ ചൈനീസ് എക്സ്പോർട്ടിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് അന്നേരം അത് ചെയ്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ വർക്കേഴ്സിനെയും ഇൻഡസ്ട്രീനെയും ചൈനയുടെ അൺഫെയർ ആയിട്ടുള്ള ട്രേഡിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അതുപോലെ തന്നെ US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ചൈനയെ കറൻസി മാനിപ്പുലേറ്റർ എന്നുകൂടി മുദ്ര കുത്തിയിട്ടുണ്ട്. പിന്നെ അവർ പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നതാണ് ഫ്രീ ആൻഡ് ഓപ്പൺ ഇൻഡോ പസഫിക് റീജിയൻ ആണ്. ചൈന ഇപ്പോൾ ഈ സൗത്ത് ചൈന സീയിൽ ഒരുപാട് ക്ലെയിംസ് കാര്യങ്ങൾ കൊണ്ടുവന്ന് അതിൻ്റെ ഒരു മേജർ ടെറിട്ടറി ആക്കി മാറ്റാനുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ US വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീഡം ഓഫ് നാവിഗേഷൻ ആൻഡ് സേഫ് ഓവർഫ്ലൈറ്റ് ടു ദ റീജിയൻസ് പ്രോസ്പെരിറ്റി. അതായത് ആ ഒരു ഏരിയയിൽ നാവിഗേഷനും കാര്യങ്ങളും ഫ്രീ ആയിട്ട് തന്നെ ഒരു കോമൺ റിസോഴ്സ് ആയിട്ട് തന്നെ വെക്കണം. അതിൽ ചൈന ഇത്രയും മുന്നോട്ട് വന്ന് എന്താണ് മെജോറിറ്റി ഓഫ് ദ സീ അവരുടെ ടെറിട്ടറി ആണ് എന്ന് പറയരുത് എന്നുള്ള ഒരു കാര്യം കൂടിയും അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈവൻ ചൈനയുടെ ഒരു വൺ ചൈന പോളിസി അഗ്രി ചെയ്യുന്നതാണ് US. പക്ഷെ എന്നിരുന്നാലും തൈവാനിലൊക്കെ നടക്കുന്ന സിവിൽ വാർസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യാനും കൂടി ചൈനയോട് പറഞ്ഞു. ഇനി അതേസമയം ചൈനയുടെ കേസിൽ നിന്നും പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈന US-നെതിരെ പറയുന്ന കാര്യങ്ങൾ അവിടെ ഒരുപാട് അലയൻസസും ഗ്രൂപ്പിംഗ്സും നടക്കുന്നുണ്ട്. അവിടെ അത് വേൾഡ് ലെവലിൽ ഒരുപാട് ഡിവിഷൻസ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ചൈന ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇത് ആക്ച്വലി പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ക്വാഡ് ഗ്രൂപ്പിംഗ് ആണ്. ക്വാഡ് ഗ്രൂപ്പിംഗിൽ നിങ്ങൾക്ക് അറിയാം US, ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ ഇത്രയും അതുപോലെ തന്നെ ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പിംഗ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പിംഗ് വേൾഡ് വൈഡ് ലെവലിൽ ഒരുപാട് ഡിവൈഡിങ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ചൈന കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഡീലാണ് ഓക്കസ് ഡീൽ എന്ന് പറയുന്നത് AUKUS ഡീൽ. ഓസ്ട്രേലിയ, UK ആൻഡ് US ഒരു ന്യൂക്ലിയർ പവർ സബ്മറൈൻസിന് ഓസ്ട്രേലിയൻസിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡീലാണ് ഓക്കസ് ഡീൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ഡീലുകളും കാര്യങ്ങളൊക്കെ വേൾഡ് വൈഡ് ലെവലിൽ നടക്കുമ്പോൾ ഡിവിഷൻസ് കൊണ്ടുവരുന്നു എന്നുള്ളത് ചൈന പറയുന്നതാണ്. അതുപോലെ തന്നെ US-ന്റെ IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അല്ലെങ്കിൽ വേൾഡ് ബാങ്ക്, അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഇതിലൊക്കെ ഡൊമിനേറ്റിംഗ് ഫീച്ചറുള്ള US-ന്റെ ഇതിന് പകരമായിട്ട് ചൈന ആൾട്ടർനേറ്റീവ് ആയിട്ട് കൊണ്ടുവരുന്നതാണ് ഏഷ്യ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, അതുപോലെ തന്നെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കുകളൊക്കെ. അപ്പൊ ഇത്തരം രീതിയിൽ അവരുടെ ചർച്ചകൾ മുന്നോട്ട് പോയപ്പോഴും പരസ്പരം ഇത്തരം കാര്യങ്ങളാണ് അവർ പറഞ്ഞതെന്നും നമുക്ക് മനസ്സിലാവുന്ന എന്താണ് ഈ പറയുന്ന റിലേഷൻ വീണ്ടും ഡൈവേർജ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടുതൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇന്ത്യനെ കൂടി എഫക്ട് ചെയ്യും. ഒരു US ഇന്ത്യ ചൈന റിലേഷൻ നമ്മൾ ഒരു പെരിഫറിയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ US തീർച്ചയായിട്ടും മിലിറ്ററി വൈസ് ആണെങ്കിലും ഡിപ്ലോമാറ്റിക് ആണെങ്കിലും ഇന്റലിജൻസ് ചാനൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും US നമ്മളായിട്ട് നല്ല സപ്പോർട്ടിങ് ഉണ്ട്. അതുപോലെ തന്നെ ബിൽഡ് ബാക്ക് ബെറ്റർ വേൾഡ് എന്ന് പറയുന്ന സ്കീമിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഈ പറയുന്ന സപ്പോർട്ടിങ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബെൽറ്റ് റോഡ് ഇനീഷ്യേറ്റീവില് ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് US സംസാരിക്കുന്നത്. അപ്പൊ അത്തരം രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയും US തമ്മിൽ ഒരുപാട് അഗ്രിമെന്റ്, ഡിഫൻസ് അഗ്രിമെന്റുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ജിസോമിയ 2002, അതുപോലെ തന്നെ ലെമോവ 2016, കോംകാസ 2018, ബെക്ക 2020. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് അഗ്രിമെന്റുകൾ ഈ ഒരു കാലഘട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2000 മുതലുള്ള കാലഘട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള അഗ്രിമെന്റ്സ് ഇന്ത്യ US കൂടിയിട്ടും സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ US ഇന്ത്യ ചൈന റിലേഷൻസ് നോക്കുമ്പോൾ ചൈന US റിലേഷൻസ് മോശമാവുന്നത് തീർച്ചയായിട്ടും ഇന്ത്യനെയും ബാധിക്കും. അതുപോലെ തന്നെ അവരുടെ ആ ഒരു റിലേഷനെ ബാധിക്കാൻ കാരണം ഇന്ത്യ US റിലേഷൻ ആണ് എന്നുള്ളത് കൂടി വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ന്യൂസ് ഫസ്റ്റ് ഓഡിറ്റ് ദിവസ്, CAG-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഫസ്റ്റ് ഓഡിറ്റ് ദിവസ് എന്ന് പറയുന്നത്.
GS പേപ്പർ 2 കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. പ്രൈം മിനിസ്റ്റർ ഈ അടുത്ത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒരു സ്റ്റാച്യു അൺവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അറ്റ് ദ ഓഫീസ് ഓഫ് CAG അല്ലെങ്കിൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ. അത് മാർക്ക് ചെയ്യുന്ന ആക്ച്വലി ഫസ്റ്റ് ഓഡിറ്റ് ദിവസം 16 നവംബർ 2021 നമ്മളത് ആചരിക്കുന്നു എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു അൺവീലിംഗ് നടന്നത്. അത് സെലിബ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടു മാർക്ക് ദ ഹിസ്റ്റോറിക് ഒറിജിൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് CAG. CAG ഉണ്ടായി വന്നതിന്റെ ഒറിജിനും അതിന്റെ ഹിസ്റ്റോറിക് കാരണങ്ങളും അതുപോലെ തന്നെ ഇവരുടെ CAG കാരണമുണ്ടായ ട്രാൻസ്പെറൻസിയും ഗുഡ് ഗവർണൻസിനും വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ ഉയർത്തിക്കാട്ടുന്നതിന് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു അൺവീലിംഗും കാര്യങ്ങളും നടത്തി നമ്മൾ ഈ ഫസ്റ്റ് ഓഡിറ്റ് ദിവസം ഫംഗ്ഷൻ ആക്കിയത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിലും കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് CAG-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. CAG അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആർട്ടിക്കിൾ 148 പ്രകാരം ഒരു ഇൻഡിപെൻഡന്റ് ഓഫീസ് ഓഫ് CAG വരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ CAG എന്ന് പറയുന്നത് എന്താണ്? സുപ്രീം ആയിട്ടുള്ള ഇന്ത്യയിലെ ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള അതർ പ്രൊവിഷൻസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 149 തൊട്ട് 159 ഇവരുടെ ഡ്യൂട്ടീസ് അതുപോലെ തന്നെ പവേഴ്സ്, ഏതൊക്കെ അക്കൗണ്ടുകൾ യൂണിയൻ സ്റ്റേറ്റുകൾക്ക് ഉണ്ടാകാം, അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ടുകളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ഇനി അതേസമയം ആർട്ടിക്കിൾ 279 പറയുന്നത് ഇവരുടെ കാൽക്കുലേഷൻ അതുപോലെ തന്നെ നെറ്റ് ആയിട്ടുള്ള പ്രൊസീഡ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 3rd ഷെഡ്യൂൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഓത്ത് അഫർമേഷൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് ഒരുപാട് ആർട്ടിക്കിൾസും കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഇനി അവരുടെ ഒരു പ്രൊഫൈൽ ജനറൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CAG ഹെഡ് ഓഫ് ദ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇന്ത്യയിലെ ഓഡിറ്റും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് CAG എന്ന് പറഞ്ഞാൽ 1753 ആക്ച്വലി ഇത് ഫോം ചെയ്തിട്ടുണ്ട്. He is also known as the guardian of the public purse and controls the entire financial system of the country at both levels. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെവലിൽ ഈ പറയുന്ന പബ്ലിക് മണി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗാർഡിയൻ ആണ് CAG എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന്റെ ഒരു ബുൾവാക്കാണ് ഈ പറയുന്ന CAG എന്നുള്ള പറയും. മറ്റു 2 ബുൾവാർക്കുകൾ എന്ന് പറയുന്ന ആരൊക്കെയാണ്? സുപ്രീം കോടതി, മറ്റേത് ഇലക്ഷൻ കമ്മീഷനും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനുമാണ്. ഇങ്ങനെ ഈ പറയുന്ന 4 ആൾക്കാരാണ് ബുൾവാക്സ് ഓഫ് ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവൺമെന്റ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ കേസിൽ. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ബൈ എ വാറന്റ് അണ്ടർ ഹിസ് ഹാൻഡ് ആൻഡ് സീൽ. അതുപോലെ തന്നെ ഇവരുടെ ടെന്യൂർ എന്ന് പറയുന്ന 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ ഏതാണ് ആദ്യം ആവുന്നത് അതനുസരിച്ചിട്ടാണ് അവരുടെ ടെന്യൂർ. പിന്നെ ഇവരെ റിമൂവ് ചെയ്യണമെങ്കിൽ CAG-നെ റിമൂവ് ചെയ്യാൻ ആകെ സാധിക്കുന്നത് എങ്ങനെയാണ്? CAG-നെ റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് ഓൺ ദ സെയിം ഗ്രൗണ്ട്സ് ആൻഡ് ഇൻ ദ സെയിം മാനർ ഓഫ് എ ജഡ്ജ് ഓഫ് എ സുപ്രീം കോർട്ട്. ഒരു സുപ്രീം കോർട്ട് ജഡ്ജിനെ എങ്ങനെയാണോ റിമൂവ് ചെയ്യുക അതേ പ്രൊസീജിയേഴ്സ് തന്നെയാണ് CAG-നെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ പ്ലഷർ വരെ ഒന്നല്ല ഹോൾഡ് ചെയ്യുന്നത്, അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസസും കാര്യങ്ങളും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ അത് ടേക്ക് ഓവർ ചെയ്യുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ CAG-ക്ക് പകരമായിട്ട് ഒരു മിനിസ്റ്ററിന് എന്ത് ചെയ്യാൻ പറ്റില്ല, റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അത് CAG തന്നെ റെപ്രസെന്റ് ചെയ്യണം. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസും പവേഴ്സും ഒക്കെ എടുത്തിരിക്കുന്നത് ഡ്യൂട്ടീസ് പവേഴ്സ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആക്ട് 1971 പ്രകാരമാണ്. ഈ പറയുന്ന ഓഡിറ്റുകൾ റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ എക്സ്പെൻഡിച്ചർ, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും, അത് ഈവൻ സ്റ്റേറ്റിന്റെ ആയാലും ശരി യൂണിയൻ ടെറിട്ടറിയുടെ ആയാലും ശരി, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയുള്ള ഏത് യൂണിയൻ ടെറിട്ടറി ആയാലും ഒക്കെ ഓഡിറ്റ് ചെയ്യാനുള്ള റൈറ്റ് CAG-ക്ക് ഉണ്ട്. അതുപോലെ തന്നെ കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യയുടെയും പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യയിലും എല്ലാ കണ്ടിജൻസി ഫണ്ടുകളും കാര്യങ്ങളും അക്കൗണ്ട്സും കാര്യങ്ങളും നോക്കാനുള്ള റൈറ്റും CAG-ക്ക് ഉണ്ട്. ഇനി അദ്ദേഹം ഓഡിറ്റ് ചെയ്യുന്ന റെസിപ്റ്റ്സും എക്സ്പെൻഡിച്ചേഴ്സും ഈ താഴെ പറയുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? ബോഡീസ് ആൻഡ് അതോറിറ്റീസ് സബ്സ്റ്റാൻഷ്യലി ഫിനാൻഷ്യൽ ഫ്രം ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് റവന്യൂസ്, ഗവൺമെന്റ് കമ്പനീസ്, അതർ കോർപ്പറേഷൻസ് ആൻഡ് ബോഡീസ് വെൻ സോ റിക്വയർഡ് ബൈ റിലേറ്റഡ്. അതായത് നിയമങ്ങൾക്കനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ കൂടി എന്താണ് അവർക്ക് റെസിപ്റ്റ്സും എക്സ്പെൻഡിച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യാനുള്ള റൈറ്റ് കൂടിയുണ്ട്. അറ്റ് ദ സെറ്റ് നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? CAG ആക്ട്സ് ആസ് എ ഗൈഡ് ആൻഡ് ഫിലോസഫർ ഓഫ് ദ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഓഫ് ദ പാർലമെന്റ്. പാർലമെന്റിലുള്ള പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ഒരു ഗൈഡും ഫ്രണ്ടും ഫിലോസഫറും കൂടിയാണ് CAG. അപ്പൊ ഏകദേശം ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള റൈറ്റ് ആർക്കുണ്ട്?
നമ്മുടെ CAG-ക്ക് ഉണ്ട്. അപ്പൊ ഇതിലൊരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇവർ ആരെ അപ്പോയിന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇവരുടെ ടെന്യൂർ എത്രയാണ്, അത്തരം കാര്യങ്ങൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലും കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ CAG-യുടെ ഡ്യൂട്ടീസും പവേഴ്സും എന്താണ് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൂർവാഞ്ചൽ എക്സ്പ്രസ് ഹൈവേ ആണ്. ഇന്ത്യൻ എക്കോണമിയുടെ പാർട്ട് അല്ലെങ്കിൽ GS പേപ്പർ 3 ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഗവൺമെന്റ് പോളിസീസ് ആൻഡ് ഇന്റർവെൻഷൻസിന്റെ പാർട്ടായിട്ട് പറയാവുന്ന ഒന്നാണ് പൂർവാഞ്ചൽ എക്സ്പ്രസ് ഹൈവേ. ഈ അടുത്ത് പ്രൈം മിനിസ്റ്റർ ഇനാഗ്രേറ്റ് ചെയ്ത ഒന്നാണ്. ഉത്തർപ്രദേശിലാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ചന്ദ്രസായി വില്ലേജ് ലൊക്കേറ്റഡ് നിയർ ദ എക്സിസ്റ്റിംഗ് ലക്നൗ സുൽത്താൻപൂർ റോഡ് NH 731 ലക്നൌവിലുണ്ട് ഡിസ്ട്രിക്റ്റിൽ. അതുപോലെ തന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നാഷണൽ ഹൈവേ 31 ഗസിയാപൂരിൽ നിന്നും 18 കിലോമീറ്റർ അപ്പുറത്തുള്ള UP ബീഹാർ ബോർഡർ ഗസിയാപൂർ ഡിസ്ട്രിക്ട് വരെയാണ് ഈ ഒരു പാത്തുള്ളത്. ഈ അപ്പൊ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്സ്പ്രസ് വേ കണക്ട് ചെയ്യുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആഗ്ര ലക്നൌവും ആഗ്ര നോയിഡ യമുന എക്സ്പ്രസ് വേയും തമ്മിൽ എന്താണ് ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോർ ഫോം ചെയ്യാനാണ് സഹായിക്കുന്നത്. ഇൻഡസ്ട്രിയൽ കോറിഡോർ എന്ന് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോറിഡോറിൽ എന്താ മൾട്ടി മോഡൽ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് സർവീസസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഏരിയാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ കോറിഡോർസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേയുടെ അകത്ത് ലക്നൗ, ബാരബങ്കി, അമേത്തി, സുൽത്താൻപൂർ, അയോധ്യ, അംബേദ്കർ, അസാംഗർ, മാവു, ഗാസിയാപൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒരുപാട് CNG സ്റ്റേഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇലക്ട്രിക് റീചാർജ് സ്റ്റേഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന ഇത് എക്സ്പ്രസ് ഹൈവേ ഡിഫൻസ് കോറിഡോറിലൂടെ ആഗ്ര ബൽഖാന്ത് എക്സ്പ്രസ് ഹൈവേയിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ബെനിഫിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ UPയുടെ മൊത്തത്തിലുള്ള ഒരു വളർച്ചയാണ്. അതായത് ഈ സ്റ്റേറ്റിന്റെ UP സ്റ്റേറ്റിന്റെ ഈസ്റ്റേൺ റീജിയൻ ലക്നൌവിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ നാഷണൽ ക്യാപിറ്റൽ ത്രൂ ആഗ്ര ലക്നൗ യമുന എക്സ്പ്രസ് ഹൈവേയിലേക്ക് ഒരു കണക്ഷൻ കിട്ടും. അതുപോലെ തന്നെ ടു ബൂസ്റ്റ് ദ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദി ഈസ്റ്റേൺ പാർട്സ് ഓഫ് ഉത്തർപ്രദേശ്, ഉത്തർപ്രദേശിന്റെ ഈസ്റ്റേൺ പാർട്സിലേക്ക് എക്കണോമി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോർ കാര്യങ്ങൾ കൊണ്ടുവന്നത്. അപ്പൊ അതിലൂടെ എക്സ്പ്രസ് വേ എന്ത് ചെയ്യും, കൂടുതലായിട്ടുള്ള ക്വിക്കർ ആയിട്ടുള്ള ആക്സസ് കാര്യങ്ങളും ബിഗർ മാർക്കറ്റ്സിലേക്ക് എത്തിക്കും. അത് അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് ആയാലും ശരി, അതല്ലാത്ത പ്രൊഡക്ട്സ് ആയാലും ഈ പറയുന്ന റീജിയൻസിൽ ഉണ്ടാക്കിയതെല്ലാം കുറച്ചുകൂടി എക്കണോമിക്കലി ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും. അപ്പൊ UPയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പൂർവാഞ്ചൽ മാത്രമല്ല, അതല്ലാതെയും അതിൽ കൂടുതൽ എക്സ്പ്രസ് വേസ് ഉണ്ട്. ഇപ്പോൾ പ്രൊപ്പോസൽ ആയിട്ടുള്ള ഒരു ഡിഫൻസ് കോറിഡോറും പോകുന്നത് ഈ വഴി തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റിലൂടെ തന്നെയാണ്. അത് കൂടാതെ ആഗ്ര ലക്നൗ അല്ലെങ്കിൽ യമുന എക്സ്പ്രസ് വേസ് ഒക്കെ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെ കംപ്ലീഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് എക്സ്പ്രസ് വേസ് വരുന്നതുകൊണ്ട് അവിടെ ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഉത്തർപ്രദേശ് എക്സ്പ്രസ് വേസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതോറിറ്റി അതിന്റെ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് UP ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആക്ട് പ്രകാരമൊക്കെ വന്നതാണ്. ഇനി നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യ ഇപ്പൊ നമുക്കറിയാം ഇൻഡസ്ട്രിയൽ കോറിഡോർ പ്രൊജക്റ്റുകൾ ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മോസ്റ്റ് അംബിഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോഗ്രാമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡെവലപ്പ് ന്യൂ ഇൻഡസ്ട്രിയൽ സിറ്റീസ് ആസ് സ്മാർട്ട് സിറ്റീസ്. ഒരുപാട് സ്മാർട്ട് സിറ്റീസ് ആയിട്ട് ഇൻഡസ്ട്രിയൽ സിറ്റീസ് മാറുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജീസ് ഈ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടേഴ്സ് തീർച്ചയായിട്ടും എഫക്ട് ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് കൊണ്ടുകൂടിയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് എയിം ചെയ്തിരിക്കുന്നത് എന്താണ്? ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സൈറ്റ്സിനെ ഡെവലപ്പ് ചെയ്യാം. അതിലൂടെ ബെസ്റ്റ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷൻസും വേൾഡിലെ ഇന്ത്യയിലേതാക്കി മാറ്റുക എന്നുള്ളത് കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരം പ്രോഗ്രാംസിലൂടെ എന്താണ് തീർച്ചയായിട്ടും ഒരുപാട് എംപ്ലോയ്മെന്റ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നല്ലേ. ഒരുപാട് എംപ്ലോയ്മെന്റ് ഉണ്ടാവും, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ ഒരു ഓവറോൾ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് കൂടി നടക്കും എന്നുള്ളത് നമുക്കത് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഇംപ്ലിമെന്റിങ് ഏജൻസി ആരാണ്? ഈ പറയുന്ന 11 ഇൻഡസ്ട്രിയൽ കോറിഡോർ പ്രൊജക്ടുകളാണ് ആക്ച്വലി ഈ നാഷണൽ പ്ലാൻ പ്രകാരം വരുന്നത്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റ് ആണ്, NICDAT. ഓക്കെ, നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റ്. അവരാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് ഈ 11 ഇൻഡസ്ട്രിയൽ കോറിഡോഴ്സും കൂടി കൊണ്ടുവരുന്നത്.
അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ കോറിഡോഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വേൾഡിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തൊക്കെ വരും? ഹൈ സ്പീഡ് ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക് വരും, അത് റെയിലും റോഡും വരും. അതുപോലെ തന്നെ പോർട്സ് വരും, മോഡേൺ എയർപോർട്ടുകൾ വരും, സ്പെഷ്യൽ എക്കണോമിക് റീജിയൻസ് വരും, ലോജിസ്റ്റിക് പാർക്കുകൾ വരും, ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകൾ വരും, നോളേജ് പാർക്കുകൾ, കോംപ്ലിമെന്ററി ഇൻഫ്രാസ്ട്രക്ചർ, അതായത് റിയൽ എസ്റ്റേറ്റ്, ടൗൺഷിപ്പ്, അത്തരം കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരുന്നതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ കോറിഡോർ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11 ഇൻഡസ്ട്രിയൽ കോറിഡോർസ് ആണ്. ഓക്കെ, അതാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായത്. ആ 11 ഡൽഹി മുംബൈ ഉണ്ട്, DMIC എന്ന് പറയുന്ന ഡൽഹി മുംബൈ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഉണ്ട്. അമൃത്സർ കൊൽക്കത്ത ഇൻഡസ്ട്രിയൽ കോറിഡോർ ഉണ്ട്. ചെന്നൈ ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ, വിസാഖ് ചെന്നൈ, അതാണ് ആ ഒരു മാപ്പിൽ നിങ്ങൾ കാണും. അതുപോലെ തന്നെ ഈസ്റ്റ് കോസ്റ്റ് എക്കണോമിക് കോറിഡോർ ഉണ്ട്. ഹൈദരാബാദ് നാഗ്പൂർ, ഹൈദരാബാദ് വാരങ്കൽ, ഹൈദരാബാദ് ബാംഗ്ലൂർ, ബാംഗ്ലൂർ മുംബൈ, എക്സ്റ്റൻഷൻ ഓഫ് CBIC ടു കൊച്ചി വയ കോയമ്പത്തൂര്, ഡൽഹി നാഗ്പൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ. അങ്ങനെ 11 കോറിഡോർസ് ആണ് അവർ ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ നമുക്ക് ന്യൂസ് കാര്യങ്ങൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് NRCനെ പറ്റി ഡിസ്കസ് ചെയ്തു, ജോ ബൈഡൻ സമ്മിറ്റ്, അതുപോലെ തന്നെ പൂർവാഞ്ചൽ എക്സ്പ്രസ് ഹൈവേയും CAGനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ ഒരു കാര്യം വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഓൾ ഫ്രണ്ട്. താങ്ക് യു ഓൾ ഓഫ് യു.